ഭ്രാന്തന്റെ പ്രണയം ആൻ അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം 25. വിനോദിനെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കാൻ തയ്യാറെടുത്ത മാളുവിന്റെ ഉടലിലേക്ക് വല്ലാത്തൊരു ഭാവത്തോടെ അവൻ അമർന്നു കിടന്നതും ആ വികാര ചൂടിലും ഉള്ളം വേവുന്ന വേദനയോടെ മാളു അവന്റെ മുഖം പിടിച്ചുയർത്തി. അവന് തന്നോട് തോന്നുന്നത് എന്താണെന്ന് മനസ്സിലാകുമ്പോഴും അവളുടെ നെഞ്ചിടിച്ചിങ്ങനെ പൊട്ടുന്നത് പോലെ. ഉണ്ണിയേട്ടാ, വേണ്ട, എനിക്ക് എനിക്ക് പേടിയാവണു, അവൾ ഇടറിക്കൊണ്ട് പറയേ. വിനോദ് അവൾ പറഞ്ഞത് മനസ്സിലാവാതെ അവളുടെ മുഖത്തേക്ക് നോക്കി. എൻ്റെ ഉണ്ണിയേട്ടനെ മാളൂന് വേണം, ഈ പ്രണയം വേണം. പക്ഷേ പക്ഷെ മാളു തോറ്റുപോയാലോ ഉണ്ണിയേട്ടാ? എൻ്റെ ഉണ്ണിയേട്ടൻ എന്നെ മറന്നുപോയാലോ? ഇല്ലാണ്ടായി പോവും ഞാൻ. എൻ്റെ ഉണ്ണിയേട്ടൻ നൽകുന്ന ഈ വേദന പോലും സഹിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ പക്ഷെ മാളുവിൻ്റെ പ്രണയം തോറ്റുപോയാ, ഈ ഒരു കാര്യം കൊണ്ട് നാളെ ഒരു നാൾ എൻ്റെ ഉണ്ണിയേട്ടൻ എന്നെ വെറുത്തു പോയാ പിന്നെ പിന്നെ മാളു ഇല്ല ഉണ്ണിയേട്ടാ. എന്നെ എന്നെ തോൽപ്പിക്കല്ലേ, അവൾ കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു. വിനോദിനൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ എപ്പോഴും കാണിക്കുന്ന കുറുമ്പെല്ലാം മാറി അവൻ ആ പെണ്ണിനെ നോക്കി അങ്ങനെ അല്പനേരം കിടന്നു. പതിയെ അവളുടെ ഉടലിൽ നിന്നവൻ മാറുന്നതോടൊപ്പം അവളെ വലിച്ചവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അപ്പോഴും അവളുടെ കണ്ണുനീർ അവൻ്റെ ശരീരത്തിൽ പതിച്ചുകൊണ്ടിരുന്നു. തൻ്റെ ശരീരത്തെ നെഞ്ചോടടക്കി പിടിച്ചവനെ മാളു അത്ഭുതത്തോടെയും ഞെട്ടലോടെയും നോക്കി. അവൻ്റെ കണ്ണിൽ ഇപ്പോൾ തന്നോടുള്ളത് സ്നേഹം മാത്രമാണ്. അത് കാണെ അവളുടെ ഹൃദയം സാന്ദ്രമായി. ഇത്രയും നേരമുണ്ടായിരുന്ന വികാരങ്ങളെല്ലാം കെട്ടുപോയ നേരം. പക്ഷേ അവൻ്റെ ചെയ്തികളോർക്കെ അപ്പോഴും മാളുവിൻ്റെ വിറയൽ മാറുന്നില്ല. അവൻ്റെ ആ നോട്ടം. അവൾ അവൻ്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി തേങ്ങിക്കൊണ്ടിരുന്നു. എൻ്റെ ഉണ്ണിയേട്ടന് ഇപ്പം എന്താ തോന്നുന്നേ? കരച്ചിലൊന്നടങ്ങിയതും അവൾ അവനോട് തേങ്ങിക്കൊണ്ട് ചോദിച്ചു. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. അറിയില്ല അറിയില്ല എനിക്ക്. പക്ഷേ എന്തൊക്കെയോ തോന്നിയിരുന്നു. ശരീരം മൊത്തം വേദനിച്ചിരുന്നു. നിന്നെ നോവിക്കാൻ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോ, അവൻ ആദ്യം ആർദ്രമായും അവസാനം കുറുമ്പോടെയും അവളോട് പറഞ്ഞു. ഇപ്പോ? അവൾ ആകാംക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഇപ്പോൾ എനിക്ക് നിന്നിങ്ങനെ കെട്ടിപ്പിടിച്ചുറങ്ങണം. ഉണ്ണിയേട്ടന് തണുക്കുന്നു മാളോ, അവൻ കൊഞ്ചി. മാളു അത്ഭുതത്തോടെ അവനെ നോക്കി. ഇത്രയും സമയം തന്നെ വന്യമായി ചുംബിച്ചവനാണ്. പക്ഷെ ഇപ്പോ ആ കണ്ണിൽ ഒരു കൊച്ചു കുഞ്ഞിന്റെ ഭാവമാണ്. അവൾ പുഞ്ചിരിയോടെ അവന്റെ കവിളിൽ അമർത്തി ചുംബിച്ചു. അവനും അവളുടെ കവിളിൽ ചുംബിച്ചുകൊണ്ട് അവളുടെ വയറിൽ തലോടിക്കൊണ്ടിരുന്നു. എന്താ ഉണ്ണിയേട്ടാ? അവൾ സ്നേഹത്തോടെ അവനോട് ചോദിച്ചു. വാവേ തരുമോ മാളു എനിക്ക്? അവൻ സ്നേഹത്തോടെ ചോദിച്ചു. അവൾ കുറച്ചു നേരം മൗനമായി തന്നെ കിടന്നു. ശേഷം പറഞ്ഞു തുടങ്ങി. എൻ്റെ ഉണ്ണിയേട്ടന് വേണ്ടി മാളു ജീവൻ പോലും തരും. എന്നെ വിട്ടു പോകാതിരുന്നാൽ മാത്രം മതി, അവൾ കണ്ണു നിറച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. ഉണ്ണിയേട്ടൻ നിന്നെ വിട്ട് എവിടെയും പോവില്ല, എവിടെയും, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞതും അവൾ അവനെ ചിരിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചു. മാളുവിനെ കാണാൻ നല്ല ഭംഗിയാ, അവൻ പറഞ്ഞു. മിണ്ടാതെ കിടന്നോട്ടെ ഉണ്ണിയേട്ടാ, കുറെ നാളായിട്ട് മാളുവിളി ഉണ്ടായിരുന്നില്ലല്ലോ, ഇന്നിപ്പോ എന്തൊരു മാളു? അവൾ കപടദേഷ്യത്തോടെ ചോദിച്ചു. അറിയില്ല, അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് കണ്ണടച്ചു. പക്ഷേ അനിയന്ത്രിതമായി മിടിക്കുന്ന തൻ്റെ ഹൃദയമിടിപ്പ് തൻ്റെ ജീവിതത്തിൽ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നതിന് മുന്നോടിയായി സൂചന നൽകുന്നതായി അവൾക്ക് തോന്നി. അതിൻ്റെ ഫലമായി അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി. മാളുവും വിനോദും ഒരു യാത്രയിലാണ്. കൂടെ ദേവികയും ഹരിയും അവൻ്റെ കുടുംബവും ഉണ്ട്. ഗുരുവായൂർക്കാണ് യാത്ര. ദേവികയ്ക്ക് വിനോദിന്റെ പേരിൽ എന്തൊക്കെയോ വഴിപാടുകളുണ്ടെന്ന് കുറേയായി പറയുന്നു. ഹരിയുടെയും രാജന്റെയും കൂടി സൗകര്യം നോക്കി ഇന്നാണ് അവർ ഗുരുവായൂരിലേക്ക് പോകുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം ഗൗരി മാളുവിനോട് നന്നായി കൂട്ടുകൂടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. മാളുവിന് സന്തോഷം തന്നെയായിരുന്നു അവളുടെ ഈ മാറ്റത്തില്. പക്ഷെ ചിന്നുവിന് മാത്രം അവളുടെ പെട്ടെന്നുള്ള ഈ മാറ്റത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവർ കോളേജിലേക്ക് പോകുമ്പോൾ വഴിയിലായി മിക്ക ദിവസങ്ങളിലും ഗൗരി അവരെ കാത്തു നിൽക്കാറുണ്ട്. അന്നത്തെ സംഭവത്തിന് ശേഷം ഗൗരി പിന്നെ വിനോദിന്റെ വീട്ടിലേക്ക് പോയിട്ടില്ല. അവൻ ഇനിയും ഉപദ്രവിക്കുമോ എന്ന ഭയമാണ് അവൾക്ക്. കല്യാണിക്ക് സുഖമായി. അവരും പഴയ പോലെ അങ്ങോട്ട് പോവാറില്ലായിരുന്നു. ഗൗരി മാളുവിനോട് കുറെ മാപ്പൊക്കെ പറഞ്ഞ് അവളോട് അടുക്കാൻ ശ്രമിച്ചെങ്കിലും ചിന്നു ഒരു അകലത്തിൽ മാത്രമേ ഗൗരിയെ നിർത്തിയിരുന്നുള്ളൂ. ഒന്നാമത് അവൾക്ക് ഇന്ദ്രനുമായിട്ടാണ് കൂട്ട് എന്ന് ഹരി പറഞ്ഞിരുന്നു. അവന്റെ സ്വഭാവത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞില്ലെങ്കിലും ഹരി പറഞ്ഞതിൽ നിന്നും ചിന്നുവിന് എന്തൊക്കെയോ സംശയം തോന്നിയിരുന്നു. ചിന്നു കോളേജിലേക്ക് വരാതിരുന്നൊരു ദിവസം ഗൗരിയുടെ നിർബന്ധം കൊണ്ട് മാളു അവൾക്കൊപ്പം അവളുടെ സ്കൂട്ടിയിലാണ് കോളേജിലേക്ക് പോയത്. മാളുവിന് ഇതിനോടകം ഗൗരിയോട് ഒരു സ്നേഹം തോന്നിയിരുന്നെങ്കിലും ചിന്നു പറഞ്ഞതുകൊണ്ട് അവളും ഗൗരിയുമായിട്ട് അത്രയും അടുത്തിട്ടില്ല.
ഗുരുവായൂരിലേക്ക് ഗൗരിയെയും കല്യാണിയെയും കൂട്ടാമെന്ന് മാളു അഭിപ്രായം പറഞ്ഞപ്പോഴും ഹരിയും വിനോദും ചിന്നുവും അതിനെ എതിർത്തു. വിനോദ് നല്ല സന്തോഷത്തിലായിരുന്നു. അവൻ മാളുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ കാറിലിരുന്നു. രാത്രി തങ്ങാൻ ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്. രാവിലെ ഉണ്ണിക്കണ്ണനെ കണ്ടു തൊഴുത് ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു മടങ്ങാനാണ് പ്ലാൻ. മാളുവിനും വിനോദിനും കൂടി ഒരു റൂം, ദേവികയും പവിത്രയും ചിന്നുവും കൂടി മറ്റൊരു റൂമും, രാജനും ഹരിയും മറ്റൊരു റൂമും, അങ്ങനെ 3 റൂം ബുക്ക് ചെയ്തിരുന്നു. രാത്രിയിൽ മാളുവിന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോഴും ഇന്നത്തെ യാത്രയെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു വിനോദ്. അവൻ അത്രയും ഹാപ്പിയായിരുന്നു. ഇത്രയും ദൂരം കാറിൽ വരുന്നത് അവന്റെ അറിവിൽ ആദ്യമാണ്. മാളു അവന്റെ സന്തോഷം കണ്ട് പുഞ്ചിരിയോടെ അവനെ ചേർത്തു പിടിച്ചു. ഉണ്ണിയേട്ടാ. മാളു അവളുടെ മാറിൽ കിടക്കുന്ന അവന്റെ തലയിൽ തലോടിക്കൊണ്ട് പതിയെ വിളിച്ചു. എന്താ കായു? അവൻ മുഖമുയർത്തി പുഞ്ചിരിയോടെ അവളോട് ചോദിച്ചു. നാളെ നേരത്തെ ഉണരണട്ടോ, ഞാൻ വിളിക്കുമ്പോ മടിയൊന്നും കാണിക്കല്ലേ, അവൾ സ്നേഹത്തോടെ അവനോട് പറഞ്ഞു. അവൻ പുഞ്ചിരിച്ചു. ഇല്ല, ഗായു വിളിച്ചാ മതി, ഉണ്ണിയേട്ടൻ ഉണരാട്ടോ, അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ ശരിയെന്ന് തല കുലുക്കി. നാളെ എൻ്റെ ഉണ്ണിയേട്ടൻ എന്താ ഉണ്ണിക്കണ്ണനോട് പ്രാർത്ഥിക്കുക? അവള് ചോദിച്ചു. അവൻ തല ഉയർത്തി അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. എന്തേ? അവൾ സംശയത്തോടെ ചോദിച്ചു. ഒന്നുമില്ല, അവൻ മറുപടി പറഞ്ഞു. എന്നാ പറ, എൻ്റെ ഉണ്ണിയേട്ടൻ എന്താ പ്രാർത്ഥിക്കുക? അവൾ വീണ്ടും ചോദിച്ചു. ഞാനുണ്ടല്ലോ, ഞാൻ എൻ്റെ ഗായുവിന് വേണ്ടി പ്രാർത്ഥിക്കും. ഗായു എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണേന്ന് പ്രാർത്ഥിക്കും. പിന്നെ അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. പിന്നെ അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. അവൻ ചിരിച്ചു. പിന്നെ ഗായു എനിക്ക് ഒരു ഭാവയെ തരണമെന്ന് പ്രാർത്ഥിക്കും, അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു. അവൾക്ക് ചിരി വന്നു. അയ്യടാ, ഈ ആഗ്രഹം ഇതുവരെ തീർന്നില്ലേ? അവൾ അവൻ്റെ മൂക്കിലൊന്ന് പിടിച്ചു വിട്ടു. ഇല്ലല്ലോ ഗായു, എനിക്ക് വേഗം വാവേ തരണം കേട്ടോ, ഉണ്ണിയേട്ടന് എന്തോ സങ്കടമൊക്കെ വരുക. പെട്ടെന്ന് അവൻ്റെ മുഖത്ത് സങ്കടം നിറഞ്ഞു, അവളുടെ മുഖത്ത് ആകുലതയും. അവൾ പെട്ടെന്ന് അവനെ ശരീരത്തിൽ നിന്നും മാറ്റി ബെഡിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവൻ്റെ മുഖം കയ്യിലെടുത്തു. എന്താ ഉണ്ണിയേട്ടാ, എന്തിനാ സങ്കടം? അവൾ ആകുലതയോടെ ചോദിച്ചു. അറിയില്ല, അറിയില്ല ഗായു, ഉണ്ണിയേട്ടന് പേടി തോന്നുക, ഉണ്ണിയേട്ടൻ സ്വപ്നം കാണുക, അതാ, അവൻ വിഷമത്തോടെ പറഞ്ഞു. സ്വപ്നോ? എന്ത് എന്ത് സ്വപ്നം? അവളുടെ ശബ്ദത്തിൽ പതർച്ച നിറഞ്ഞിരുന്നു. കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേൾക്കാൻ പോകുന്നു എന്നതുപോലെ അവളുടെ ഹൃദയം കൂടുതൽ മിടിച്ചുകൊണ്ടിരുന്നു. അറിയില്ല, ഗായു എന്നെ വിട്ട് പോകുന്നത് പോലെയാ സ്വപ്നം കാണുന്ന ഉണ്ണിയേട്ടൻ. പിന്നെ അന്ന് സ്വപ്നത്തിൽ പറഞ്ഞതുപോലെ എന്നെ മറന്നോ എന്നൊക്കെ ചോദിക്കണു. ഗായു ഉണ്ണിയേട്ടനെ ഇട്ടിട്ട് പോവല്ലേട്ടോ, നമുക്ക് വാവ വന്നാ ഗായു പോവില്ല, അപ്പോ വാവനെ ഗായു നോക്കില്ലേ? അതാ ഉണ്ണിയേട്ടൻ പറഞ്ഞേ വാവയെ വേണമെന്ന്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എല്ലാം കേട്ടുകൊണ്ടിരുന്ന മാളുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾക്ക് സഹിക്കാൻ കഴിയാത്ത വേദന തോന്നി. അവൾ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ഗായു കരയില്ലേ, ഉണ്ണിയേട്ടന് സങ്കടാവൂട്ടോ, വിനോദ് സങ്കടത്തോടെ പറഞ്ഞു. മാളു പെട്ടെന്ന് കണ്ണു തുടച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. കുറച്ചു സമയം അവളുടെ കണ്ണുകൾ അവന്റെ മുഖമാകെ അലഞ്ഞു നടന്നു. എന്താ ഗായു ഇങ്ങനെ നോക്കണേ? അവളുടെ നോട്ടം കണ്ട് വിനോദ് സംശയത്തോടെ ചോദിച്ചു. വെറുതെ, അവൾ മറുപടി പറഞ്ഞു. അവൻ പുഞ്ചിരിച്ചു. എനിക്ക് എൻ്റെ ഉണ്ണിയേട്ടനെ ഒത്തിരി ഇഷ്ടാ, എൻ്റെ ജീവനാ, എനിക്ക് ഉണ്ണിയേട്ടൻ മാത്രമേ ഉള്ളൂ, അത് മറക്കല്ലേട്ടോ എപ്പോഴും, അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. അവൻ പുഞ്ചിരിച്ചു. എനിക്കും ഗായു മാത്രമേ ഉള്ളൂ, എനിക്കും ഗായുവിന് ഒരുപാട് ഇഷ്ടാ, അവൻ അത്രയും സന്തോഷത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. മാളു വെറുതെ ഒന്ന് ചിരിച്ചു. താൻ ജീവിതത്തിൽ തോൽക്കാൻ പോകുകയാണെന്ന് അവൾക്ക് തോന്നി. ഉണ്ണിയേട്ടാ, അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരിക്കൊണ്ട് അവനെ വിളിച്ചു. അവനൊന്ന് മൂളി. എനിക്ക് ഒരു ഉമ്മ തരുമോ? അവൾ ചോദിച്ചു. അവൻ സന്തോഷത്തോടെ അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ നെറുകയിൽ ചുംബിച്ചു. അവിടെയല്ല, ഇവിടെ, അവൾ അവളുടെ ചുണ്ടിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. അവളുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞിരുന്നു. വിനോദൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിൽ മൃദുവായി ഒന്ന് ചുംബിച്ച് അവളിൽ നിന്നും ചുണ്ടുകൾ വേർപെടുത്താൻ തുടങ്ങിയതും അതിനനുവദിക്കാതെ അവളുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടിനെ ചുംബിച്ചിരുന്നു. വിനോദിന്റെ കണ്ണുകൾ അടഞ്ഞുപോയി. അവനെ ശ്വാസം മുട്ടിക്കുന്ന രീതിയിൽ തന്നെ അവൾ അവനെ ചുംബിച്ചു. ജീവൻ പകുത്തെടുത്ത ചുംബനം. ഇനി ഒരിക്കലും ഇങ്ങനൊരു നിമിഷം അവളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് അവളുടെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ അവൾക്ക് തോന്നി. ചുണ്ടും കടന്ന് നാവും ചുറ്റിപ്പിണഞ്ഞുകൊണ്ട് അത്രയും ആഴത്തിൽ ഇന്നോളം ചുംബിച്ചിട്ടില്ലാത്തതുപോലെ. പതിയെ കിതപ്പോടെ അവനിൽ നിന്നും അകന്ന് ബെഡിലേക്ക് കിടന്ന് അവനെ മാറോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു കിടക്കുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ഉള്ളിൽ എന്തിനോ ഭയം നിറയുന്നത് പോലെ.
അവൾ അവൻ്റെ നെറുകയിൽ ഒന്നുകൂടി ചുംബിച്ചു. എൻ്റെ അല്ലേ, എൻ്റെ മാത്രമല്ലേ? അവളുടെ ഹൃദയം മന്ത്രിച്ചു. ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ്റെ മുന്നിൽ നിന്ന് തൊഴുമ്പോഴും അവളുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞുകൊണ്ടിരുന്നു. അരികിൽ നിൽക്കുന്നവൻ കണ്ണടച്ച പുഞ്ചിരിയോടെ എന്തോ പ്രാർത്ഥിക്കുന്നുണ്ട്. ഗായുവിനു വേണ്ടിയാണ് ആ പ്രാർത്ഥന. അവൾക്കത് അറിയാമായിരുന്നു. അവൻ്റെ കയ്യാൽ അവൻ അവൾക്ക് ചന്ദനം തൊട്ടുകൊടുത്തു. സീമന്തരേഖ അവൻ്റെ കയ്യാൽ ഒന്നുകൂടി ചുവന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. അവിടെ നിന്നും ഇറങ്ങി അവർ നേരെ പോയത് ബീച്ചിലേക്കായിരുന്നു. ചിന്നു വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് കണ്ടപ്പോൾ വിനോദിനും ഇറങ്ങണം. അവൻ മാളുവിൻ്റെ കൈയും പിടിച്ച് അങ്ങോട്ടോടി. അവൻ അവളുടെ മുഖത്തേക്ക് വെള്ളം തെറിപ്പിക്കുകയും ഇടയ്ക്കിടയ്ക്ക് അവളെ ചുംബിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ സന്തോഷം കണ്ടപ്പോൾ ദേവികയുടെ മനസ്സും നിറഞ്ഞുപോയി. അവരുടെ ആ സന്തോഷം നിറഞ്ഞ നിമിഷം ഹരി ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. വിനോദിൻ്റെയും മാളുവിൻ്റെയും സന്തോഷം കണ്ടപ്പോൾ അവൻ്റെ ഉള്ളും തണുത്തു. ഒരുപാട് നേരം കഴിഞ്ഞാണ് അവർ ബീച്ചിൽ നിന്നും മടങ്ങിയത്. മൂന്നാളുടെയും വസ്ത്രം നന്നായി തന്നെ നനഞ്ഞിരുന്നു. അവർ ഹോട്ടലിൽ കയറി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് റൂം വെക്കേറ്റ് ചെയ്തു. ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും അല്പം താമസിച്ചിരുന്നു. നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് കാർ എടുത്തിട്ട് വരാം. ഹരി എല്ലാവരെയും നോക്കി പറഞ്ഞുകൊണ്ട് കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. വിനോദ് മാളുവിനോട് എന്തൊക്കെയോ സന്തോഷത്തോടെ പറയുന്നുണ്ട്. അപ്പോഴും അവൻ്റെ കൈകൾ അവളുടെ കയ്യിൽ വിടാതെ പിടിച്ചിട്ടുണ്ട്. ഒരു വാഹനത്തിന്റെ ഹോൺ ശബ്ദം മുഴങ്ങിയതും വിനോദ് പെട്ടെന്ന് വലതുവശത്തേക്ക് തിരിഞ്ഞു നോക്കി. ചിന്നു അപ്പോഴേക്കും മാളുവിന്റെ കൈ വിനോദിന്റെ കയ്യിൽ നിന്നും വിടിയിപ്പിച്ച് ഫോണിൽ സെൽഫി എടുക്കാൻ തുടങ്ങിയിരുന്നു. ഹരിയും അപ്പോഴേക്ക് കാറുമായി എത്തിയിരുന്നു. ഒരു കാർ അവരുടെ മുന്നിലൂടെ ചീറിപ്പാഞ്ഞുപോയി. വിനോദ് അതിലേക്ക് തന്നെ നോക്കി നിന്നു. അവന് തലവേദനിക്കുന്നത് പോലെ തോന്നി, ശരീരം വിറയ്ക്കുന്നത് പോലെ. അത്രയും സ്പീഡിൽ പോയ ആ കാർ എതിർവശത്തു നിന്നും വരുന്ന ലോറിയിൽ ഒരു ശബ്ദത്തോടെ പാഞ്ഞു കയറി. വിനോദിന്റെ ശ്വാസം നിലച്ചതുപോലെ അവൻ നിന്നുപോയി. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ കാറൊന്നും മറിഞ്ഞ് റോഡിൽ ശക്തമായി പതിച്ചു. അതിൽ നിന്നും ഒരു സ്ത്രീ തെറിച്ച് റോഡിലേക്ക് വീണു. ഗായത്രി! വിനോദ് ഉറക്കെ വിളിച്ചു. അവന്റെ കൈകൾ അവന്റെ തലയിൽ അമർന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവന്റെ ശബ്ദം കേട്ട് ആ ആക്സിഡന്റ് പേടിയോടെ കണ്ടുനിന്ന മാളുവും ഹരിയും ദേവികയും വിനോദിനെ ഞെട്ടലോടെ നോക്കി. ഗായു, എൻ്റെ ഗായു മോളെ! ആ ഒരു വിളിയോടെ ബോധം മറിഞ്ഞ് വിനോദ് താഴേക്ക് വീണു. ഹരിയും മാളുവും അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. മാളുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തുടരും.